എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആദ്യത്തെ എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഹൗ ഛത്തീസ്ഗഡ് ഹാസ് ടോൾഡ് എ ഹിസ്റ്റോറിക് ജഡ്ജ്മെന്റ് എന്ന ആർട്ടിക്കിളാണ്. ഇതിന് അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ആധാരമായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൽവ ജുഡും ജഡ്ജ്മെന്റ് ആണ്. ഒരു 10 വർഷത്തിന് മുമ്പ് ഏകദേശം 2011 കൊണ്ടുവന്ന നന്ദിനി സുന്ദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് എന്ന കേസിന്റെ വിധി ഇതുവരെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടില്ല. നന്ദിനി സുന്ദർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ്. എന്തായിരുന്നു ഇതിന്റെ വിധിയുടെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും 65% മാവോയിസ്റ്റ് ഇൻസർജൻസി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഈ മാവോയിസ്റ്റ് ഇൻസർജൻസിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്ട്രാറ്റജിക്കലായിട്ടും മറ്റ് മേഖലകൾ കൂടിയാണെങ്കിലും അല്ലെങ്കിൽ പ്ലാനിങ്ങുകൾ കൂടിയാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസ് ടോക്കുകൾ കൂടിയാണെങ്കിലും ഈ മാവോയിസ്റ്റ് ഇൻസർജൻസീസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഓപ്പറേഷനുകളിൽ പല മാവോയിസ്റ്റുകളെ ക്യാപ്ചർ ചെയ്യുകയും അല്ലെങ്കിൽ പിടിക്കുകയും അല്ലെങ്കിൽ കീഴടങ്ങുകയും ചെയ്ത മാവോയിസ്റ്റുകളുണ്ട്. അത്തരത്തിലുള്ള മാവോയിസ്റ്റുകളെ ഒരു ഫ്രണ്ട് ലൈൻ വാരിയേഴ്സ് ആക്കി അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തുകൊണ്ട് അവരെ ഇൻഫോമേഴ്സ് ആക്കുകയോ അല്ലെങ്കിൽ അവരെ ഫ്രണ്ട് ലൈൻ ഡിഫൻഡേഴ്സ് ആക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഛത്തീസ് ഗവൺമെന്റ് പോയത്. 2005 മുതൽ 2011 വരെയുള്ള കാലഘട്ടങ്ങളിൽ കൃത്യമായിട്ട് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന്റെ മാറി മാറി വന്ന ഭരണകക്ഷികൾ ഇതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഇൻഫോർമേഴ്സ് ആവുകയോ അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ ഇതിന്റെ ഒരു വാരിയേഴ്സ് ആവുകയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ മാവോയിസ്റ്റ് ഗ്രാമങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എൻകൗണ്ടേഴ്സിനെ ഏറ്റവും ആദ്യം അറിയാൻ സാധിക്കുന്നത് അവിടെയുള്ള ഗ്രാമീണരായിട്ടുള്ള ആളുകൾക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള ഗ്രാമീണരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും വേണ്ട ഓപ്പറേഷൻസ് നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ഫ്രണ്ട് ലൈൻ ഓഫീസർ അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് ആക്കി അല്ലെങ്കിൽ SPO എന്ന ഒരു തസ്തിക കൊടുത്ത് ഈ വിഭാഗം അല്ലെങ്കിൽ സറണ്ടർ ചെയ്ത മാവോയിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ ഇൻഫോമേഴ്സിനും ഒരു പ്രത്യേക പദവി, അതായത് സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് എന്ന തസ്തിക കൊടുക്കും. ഈ തസ്തിക മാത്രമല്ല, ദേ ബിക്കെയിം ദ ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് അഗെയിൻസ്റ്റ് മാവോയിസ്റ്റ് ആസ് വെൽ. എങ്ങനെയാണ് ഗവൺമെന്റ് ഇവർക്ക് വേണ്ട ആയുധങ്ങളും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആയുധങ്ങൾ നൽകിയവർക്ക് അല്ലെങ്കിൽ SPO ആയിട്ട് ഇമ്മീഡിയറ്റ് അപ്പോയിന്റ് ആയിട്ടുള്ളവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ മാക്സിമം 1 to 2 months അല്ലെങ്കിൽ 1 മുതൽ 2 മാസം വരെയുള്ള കുറഞ്ഞ കാലയളവിലുള്ള പരിശീലനം മാത്രമാണ് ആർക്ക് കൊടുക്കുന്നത്? ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന് നൽകിയിരുന്നത്. ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന് ഇത്രയും അല്ലെങ്കിൽ കുറഞ്ഞ കാലയളവിലെ ആയുധ പരിശീലനം അല്ലെങ്കിൽ പരിശീലനം ഇല്ലായ്മ കൊണ്ട് പലപ്പോഴും കൗണ്ടർ ആക്ടുകളിൽ അല്ലെങ്കിൽ കൗണ്ടർ ഇൻസർജൻസി ആക്ടുകളിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻസിൽ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാക്കുവാൻ സഹായിച്ചിട്ടേ ഉള്ളൂ. ആർക്കാണ് കാഷ്വാലിറ്റീസ് ഉണ്ടായത്? ഈ സാധാരണക്കാരായ ഗ്രാമീണർക്കാണ് കാഷ്വാലിറ്റീസ് ഉണ്ടായത്. അല്ലെങ്കിൽ ഈ ഇൻഫോർമേഴ്സിനാണ് ഈ ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടായത്. ഈ കാഷ്വാലിറ്റീസ് ഉണ്ടായപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇതിനപ്പുറത്ത് കാഷ്വാലിറ്റി ഇത്രയധികം റിസ്കി ആയിട്ടുള്ള കാഷ്വാലിറ്റി സംഭവിക്കാൻ ഇടയുള്ള ഓപ്പറേഷൻസിൽ ഏർപ്പെടുന്ന SPOസിന് അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സിന് ഒരു കോൺസ്റ്റബിളിന്റെ അല്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള തസ്തികയിലെ പോലീസ് സേനയിലെ താഴെയുള്ള തസ്തികയിലെ ഒരു ജീവനക്കാരന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് നൽകുന്ന ശമ്പളത്തെക്കാൾ വളരെ കുറഞ്ഞ ഹോണറേറിയം മാത്രമാണ് നൽകപ്പെട്ടിരുന്നത്. എന്നാൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ജോലിയിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള അവകാശം ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനെ പല ഗവൺമെന്റുകളും അതിനെ അത്തരത്തിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് ഈ SPO എന്ന തസ്തിക മാറ്റിയിട്ട് അവരെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ് DRG എന്ന ഒരു തസ്തിക കൊടുത്ത് അവരെ വീണ്ടും അവിടെ നിർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കൗണ്ടർ ഇൻസർജൻസീസ് അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് വിമുഖത കാണിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്ത വിഭാഗം ആളുകൾക്ക് അല്ലെങ്കിൽ they were forced to migrate from their well-built home to their camps put forward by government. ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കുവാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ജനങ്ങളെ അല്ലെങ്കിൽ ഗ്രാമീണരെ മാറ്റാൻ വേണ്ടിയിട്ട്
ആരെ ഉപയോഗിക്കാറുണ്ട്? DRG ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ മാറുവാൻ അല്ലെങ്കിൽ ക്യാമ്പുകളിലേക്ക് മാറുവാൻ വിമുഖത കാണിക്കുന്ന ആളുകളെ എന്ത് ചെയ്യാറുണ്ട്? ഈ DRG ഉപയോഗിച്ച് ശക്തമായിട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. Those who have refused were punished by having their villages burned. Hundreds of people were killed and their deaths were not even recorded. അതായത് ഈ മാറാൻ ശ്രമിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ മാറാൻ വിമുഖത കാണിക്കുന്ന വിഭാഗം ആളുകളെ പണിഷ് ചെയ്യാൻ ഉപയോഗിച്ച മാർഗം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ടുള്ള നടപടികളായിരുന്നു. ഈ അതിക്രൂരമായിട്ടുള്ള നടപടികളിൽ ഒന്നാണ് ഗ്രാമങ്ങൾ കത്തിക്കുക, അല്ലെങ്കിൽ അവർ അങ്ങനെ അത്തരത്തിലുള്ള അപകടങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകളുടെ മരണം പോലും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ ചെയ്തുകൊണ്ടിരുന്നത്. വില്ലേജസ് അതിന്റെ റിസൾട്ടായിട്ട് പല ആളുകളും അയൽ ഗ്രാമങ്ങളിലേക്ക് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഓടിപ്പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ they will be having a kind of emotion against government or nation or the state. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, പല ആളുകളും they became the sympathizers of Maoist as well. അത്തരത്തിലുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Judan camps are virtually empty with only the former SPOs and their families remaining. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ജുഡൻ ക്യാമ്പുകളിൽ പലപ്പോഴും ആളുകൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മുൻ SPO സ്പെഷ്യൽ പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇത്തരത്തിലേക്ക് നോക്കുമ്പോൾ 2011 നന്ദിനി സുന്ദർ ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് കേസിൽ സുപ്രീം കോടതിയുടെ വിധി കണ്ടെത്തൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് വെരി ഫണ്ടമെന്റൽ ഓഫ് ആർട്ടിക്കിൾ 14. And it is against Article 21 as well. Right to life and personal liberty and equality before law and equal protection of law. അപ്പോൾ നമുക്കറിയാം ഒരേ വിഭാഗം ജോലി ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് തലങ്ങളിലേക്കുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ ട്രെയിനിങ്ങുകളും ഫെസിലിറ്റീസും കൊടുക്കാം. ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസേഴ്സിനെ ഉപയോഗിക്കാതെ എന്താണ് അൺട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രാമീണരെ ഉപയോഗിച്ച് കൗണ്ടർ ഇൻസർജൻസി ചെയ്യാം. പകരം ഇവരെ എന്ത് ചെയ്യാം, ഇവർക്ക് ഏറ്റവും കുറഞ്ഞ ശമ്പളം, വേതനം നൽകുക. It is against every fundamentals of Article 14. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റൊരു രീതിയിൽ ഇവരെ ഉപയോഗിക്കാമായിരുന്നു. They could have used these SPOs for controlling traffic. പക്ഷെ instead of utilizing that opportunity, government is putting forward an opportunity of counter insurgency in their own villages. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുമ്പോൾ the system violates Article 14 of those individuals. And apart from Article 14, they are violating Article 21 as well, and the right to life and personal liberty. സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഇല്ലാതാകുന്നു എന്നുള്ളതാണ് മറ്റൊരു സ്ഥിതിവിശേഷമായി ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇൻ ഓൾ ആസ്പെക്ട്സ് സ്റ്റേറ്റ്, ഈ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ മാറി വന്നിട്ടുള്ള BJP ഗവൺമെന്റ് ആണെങ്കിലും ശരി, കോൺഗ്രസ് ഗവൺമെന്റ് ആണെങ്കിലും ശരി, they are violating its own people's personal rights. ഇത് സൽവ ജുദും ജഡ്ജ്മെന്റിന്റെ ഈ 10ാമത്തെ വാർഷികത്തിലും സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള അഡ്വൈസുകൾ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ചെയ്യുവാനുള്ള ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഇതൊക്കെ കൊണ്ടാണ് ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോയിന്റ് ആയിട്ട് എടുത്തു കാണിക്കപ്പെടുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു ആർട്ടിക്കിൾ ആണ്. IB sounds, ഇന്റലിജൻസ് ബ്യൂറോ സൗണ്ട്സ് അലേർട്ട് ഓൺ ബംഗ്ലാദേശി നാഷണൽസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം പലപ്പോഴും ഇന്ത്യയുടെ കിഴക്കൻ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കിഴക്കൻ റീജിയനിലുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ക്രോസ് ബോർഡർ ആയിട്ടുള്ള ഒരു ട്രാവലിങ്ങിന് സാഹചര്യമുള്ള ഒരു റീജിയനാണ്. ഇതിന്റെ അവസ്ഥ എന്താണ്, പലപ്പോഴും അവിടെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട്, അവിടുത്തെ ജീവിത സാഹചര്യം കൊണ്ട് they were forced to cross the border and come to India for their livelihood. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഒരു തലത്തിൽ വരെയും അല്ലെങ്കിൽ ഒരു പരിധി വരെയും ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകളുടെ ഇന്ത്യയിലേക്കുള്ള പലായനത്തിന് കാരണം എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ് അല്ലെങ്കിൽ പട്ടിണിയാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ജോലി എന്നൊരവസ്ഥയിലേക്ക് ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ താമസമാക്കുകയും ഇവിടെ ജോലി ചെയ്യുകയും സമ്പാദിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ IB പറയുന്നു പ്രധാനപ്പെട്ട നഗരങ്ങളിൽ മാത്രമല്ല മറ്റു മേഖലകളിലും ആരുടെ ഇൻഫിൽട്രേഷൻ ഉണ്ട്, ബംഗ്ലാദേശി നാഷണൽസിന്റെ ഇൻഫിൽട്രേഷൻ ഉണ്ട്.
അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ അതിനൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എടുത്തു പറയുന്നത് അവിടുത്തെ പട്ടിണിയും ജോലിയില്ലായ്മയുമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം IB ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ കുറിച്ച് അന്വേഷിക്കുകയും ഇവരെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടികളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുവേണ്ടി അവരുടെ എംബസിയെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനൊരു കാരണം എന്തെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു നാഷണൽ സെക്യൂരിറ്റി ആസ് വെൽ. വൈ? ബിക്കോസ് ഇവർക്ക് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐഡന്റിറ്റി കാർഡുകൾ ഈവൻ പല തരങ്ങളിലുള്ള ഇവിടുത്തെ ഐഡന്റിറ്റി കാർഡുകൾ ലഭിക്കുന്നു. എങ്ങനെയാണ് ലഭിക്കുന്നത്? ഈ കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റി കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ജോലി ചെയ്യുക മാത്രമല്ല ചെയ്യുക. പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഇവർ മറ്റേതെങ്കിലും വിഭാഗത്തിലുള്ള ഏതെങ്കിലും എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകളായിട്ട് അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ടു ഏൺ മച്ച് മോർ മണി. ഇവരുടെ ഇന്ത്യയിലുള്ള പ്രസൻസ് പോലും പല ആളുകൾക്കും അറിയാൻ സാധിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ പോലുള്ള സാഹചര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുകയും അതിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ബോർഡറിൽ കൂടുതൽ ചെക്കിംഗ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏജന്റുമാരെ കണ്ടെത്തുകയും അവരെ തടയാൻ വേണ്ടുന്ന നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും ചെയ്യണം. ആൻഡ് വിൽ ഹാവ് ടു ഫോളോ ദ സ്ട്രിക്ട് ബോർഡർ സെക്യൂരിറ്റി ആസ് വെൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ they managed to infiltrate into Indian territories. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് 1951 ജനീവ കൺവെൻഷൻ ആൻഡ് 1967 പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഈവൻ ദോ ഇന്ത്യ ഈസ് നീദർ എ സിഗ്നേറ്ററി ഓഫ് ബോത്ത് കോൺവെൻഷൻസ്. നമുക്കറിയാം 1951 ജനീവ കോൺവെൻഷൻസിൽ അല്ലെങ്കിൽ 1967 പ്രോട്ടോകോളിലും ഇന്ത്യ റാറ്റിഫൈ ചെയ്യാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ് ജനീവ കൺവെൻഷൻ 1951? India has signed neither 1951 United Nations Refugee Convention nor its 1967 protocol. ഏകദേശം 140ഓളം സിഗ്നേറ്ററീസ് ഉണ്ട്. ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല ഇതുവരെയും. എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? നമുക്കറിയാം റെഫ്യൂജീസ്. ആരാണ് റെഫ്യൂജി അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സ് എന്ന് നോക്കാം. ഈ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് മറ്റു രാജ്യത്ത് അഭയം പ്രാപിക്കേണ്ടതായിട്ട് വരും. ഒന്നുകിൽ അവരുടെ രാജ്യത്ത് അവർ ജീവിക്കുന്ന മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ജാതി വിഭാഗത്തിന്റെ മുകളിൽ മറ്റൊരു വിഭാഗം ഒരു പെർസിക്യൂഷൻ വൈരം ഉണ്ടാക്കുന്ന തരത്തിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത തലങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നതെങ്കിൽ they are in the position to seek asylum in another countries. For example, Rohingya Muslims-ന്റെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ബംഗ്ലാദേശില്, ഇന്ത്യയില്, ഇന്തോനേഷ്യയില് തുടങ്ങിയ പല രാജ്യങ്ങളിലും റോഹിംഗ്യൻ മുസ്ലിംസ് അസൈലം അല്ലെങ്കിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പം ഈവൻ ദോ ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം 1951 ജനീവ കൺവെൻഷൻ ഓൺ റെഫ്യൂജീസ് ആൻഡ് പ്രോട്ടോകോൾ ഓഫ് 1967 ഈ രണ്ട് അക്കോർഡുകളിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്യുകയോ റാറ്റിഫൈ ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താണ് the convention also sets out which people do not qualify as refugees as war criminals. അതായത് ചില രീതികളിൽ അപ്പൊ നമുക്കറിയാം ജനീവ കൺവെൻഷൻ നമുക്ക് കൃത്യമായിട്ടുള്ള മാനദണ്ഡം തരുന്നുണ്ട് ആരാണ് റെഫ്യൂജി എന്നുള്ളത്. അതിലൊന്നാണ് അവരുടെ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണെങ്കിൽ ആ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന വിഭാഗത്തിനെ എന്ത് ചെയ്യാം? അവർക്ക് അഭയം നൽകാം. എന്നാൽ അവരുടെ രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാത്തിടത്തോളം കാലം അവരെ തിരിച്ചുവിടാനുള്ള അവകാശം ആർക്കില്ല? ഈ രാജ്യത്തിനില്ല. ഫോർ എക്സാമ്പിൾ, ഒരു രാജ്യം എ ഉണ്ട്, രാജ്യം ബി ഉണ്ട്. ഈ രാജ്യം ബിയിൽ 2-3 തരത്തിലുള്ള മതവിഭാഗങ്ങളുണ്ട്. 1-2 എന്ന് പറയാം. ഇപ്പൊ ഈ ഒന്നാമത്തെ മതവിഭാഗം എന്ന് പറയുന്നത് പോപ്പുലേഷൻ വളരെ കൂടുതലാണ്. രണ്ടാമത്തെ വിഭാഗം ഒരു മൈനോറിറ്റി ആണെന്ന് വിചാരിക്കുക. ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ബി എന്ന രാജ്യത്ത് ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല, അല്ലെങ്കിൽ ഇവരുടെ മതവൈരം കാരണം ജീവിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജാതീയപരമായിട്ടുള്ള വംശീയപരമായിട്ടുള്ള വൈരം കാരണം ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ they can seek asylum in this country A.
എന്നാൽ ഈ രാജ്യത്തിന് ഇവരെ പുറന്തള്ളാനുള്ള അവകാശമില്ല. ഈ രാജ്യത്തിന് ഇവരെ താൽക്കാലികമായ ഒരു അസൈലം കൊടുക്കാം. അതിനുശേഷം അവരുടെ രാജ്യത്ത് ഈ ഒരു വിഭാഗത്തിന് ജീവിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നിടം വരെ തിരിച്ചുവിടാനുള്ള അവകാശം ആർക്കില്ല? ഈ രാജ്യത്തിനില്ല. അതുപോലെ തന്നെ എന്താണ് ഈ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ പറയുന്നത്, ആരാണ് റെഫ്യൂജി അല്ലാത്തത് എന്നുള്ളത്. വാർ ക്രിമിനൽസ്, യുദ്ധ തടവുകാർ അല്ലെങ്കിൽ യുദ്ധ കുറ്റവാളികൾ എന്തെല്ലാം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ റെഫ്യൂജീസ് അല്ല. It also provides for some free visa travel for holders of travel documents issued under the convention. It builds on Article 14 of 1948 Universal Declaration of Human Rights, which recognize the rights of person to seek asylum from persecution in other countries. അതായത് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന വിഭാഗത്തിന് മറ്റു രാജ്യങ്ങളിൽ എന്ത് നൽകാം? അസൈലം സീക്ക് ചെയ്യാനുള്ള, അസൈലം അല്ലെങ്കിൽ അഭയം ചോദിച്ചു ചെല്ലാനുള്ള അവകാശം 1948 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആർട്ടിക്കിൾ 14 പ്രകാരം നൽകപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് ആ ജനീവ കൺവെൻഷൻസിന്റെ ഒരു ജനറൽ പോയിന്റ് എന്ന് പറയുന്നത്. The core principle is non-refoulement, which asserts that the refugee should not be returned to a country where they face serious threats to their life and freedom. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം, അതായത് ഒരു രാജ്യത്ത് ഒരു പർട്ടിക്കുലർ വിഭാഗം അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന വിഭാഗമാണെങ്കിൽ അവരുടെ ജീവിതത്തിനോ അവരുടെ സ്വാതന്ത്ര്യത്തിനോ എന്താണ് ഒരു അപകടം അല്ലെങ്കിൽ ഒരു സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ, ആ രാജ്യത്തെ സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ ആ വിഭാഗം ആളുകളെ അങ്ങോട്ടേക്ക് തിരികെ അയക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന ഒന്നാണ് എ നോൺ റിഫോൾവ്മെന്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ കോർ ഓഫ് Geneva Convention 1951. The 1967 protocol broadens the applicability of the convention. It removes geographical and time limits where part of 1951 conventions. UNHCR serves as the guardian of 1951 convention and its 1967 protocol. The USA and Venezuela are the parties only to the protocol. Countries have their ratified refugee convention are obliged to protect refugees that are on their territory in accordance with its terms. Fortunately or unfortunately, India is not a part of. India neither signed or nor ratified both conventions. That is Geneva Convention 1951 and the 67 protocol as well. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ്. Chinese astronauts complete first spacewalk at new station. They are first crew aboard Tiangong space station. അവരുടെ സ്പേസ് സ്റ്റേഷന്റെ പേരാണ് Tiangong space station. Chinese astronauts successfully performed the country's first tandem spacewalk on Sunday, working for 7 hours on the outside of New Tiangong station in orbit around Earth. അപ്പോൾ ഇതൊന്നും ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഏതാണ് ഇവരുടെ ചൈനയുടെ സ്പേസ് ബോർഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്പേസ് സ്റ്റേഷൻ ഏതാണ് എന്നുള്ള പേരൊക്കെ ഓർത്ത് വെക്കാൻ നല്ലതാണ്. പ്രിലിംസ് പോലുള്ള അല്ലെങ്കിൽ PSC എക്സാമിനേഷൻസിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. Consider the following statement. The Constitution does not specify the strength of State Public Commission SPSC, but has left the matter to the discretion of the governor. Statement number 1. The chairman and members of State PSC are appointed by governor. They can be removed only by the President of India. Joint Public Service Commission is a statutory body. എന്ന ഈ 3 സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നോക്കാം. A state public service commission performs all those functions in respect to central state service as the UPSC does in relation to central services. SPSC does not specify the strength of the state public service commission. Constitution does not specify the strength of SPSC, but it left to the discretion of governor. Chairman and members of SPSC are appointed by the governor. They can be removed only by the President of India. Joint State Public Service Commission is a statutory body as well. ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നോക്കാം. Option 1, 2 and 3 are correct. So option D is the right answer. With reference to Rabha tribe, which of the following statement is or are correct? Rabhas are a tribe from Assam.
Bagurumba is a folk dance is in Assam which is performed by Rabhas. Option Rabhas scheduled tribes in Assam, while Bagurumba is a folk dance in Assam which is performed by Bodos in Diana, Allade Rabhas in Diala. Hamja is a folk dance performed by Rabha tribe. Ivade endana Hamja tribe folk dance ana arude Rabha tribe indide. Bagurumba arudeana Bodos Indiana. Hamja dance is about paddy cultivation. Bekodara is the main festival of Rabhas. Option only one. Option A ana correct aayittulla answer. The Sharda Act is one of the significant reforms initiated by the British in India. What does it deal with? Option A, transfer of ancestral property. Option B, child marriage. Option C, remarriage of widows. Option D, prohibition of sati and female infanticide. The Child Marriage Restraint Act was a legislative act passed by British on September 28, 1929. The act fixed the marriageable age for girls at 14 years and 18 years for boys. It is popularly known as the Sharada Act after its sponsor, Harbilas Sharada. Option edana, it is related to child marriage. Option B ആണ് correct ആയിട്ടുള്ള answer. Arrange the following rivers from west to east. Ramganga, Gomati, Ghagara, Gandhak. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരമെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നമ്മൾ ജിയോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത്. മാപ്പ് സ്റ്റഡിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ഫ്രീ മാപ്പുകൾ വാങ്ങിക്കുക. ഫ്രീ മാപ്പിന് വാങ്ങിച്ചതിന് ശേഷം പ്രധാനപ്പെട്ട വാർത്തകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് മാർക്ക് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് റിവർ സിസ്റ്റം, അതുപോലെ തന്നെ ഡാമുകൾ, എയർപോർട്ടുകൾ, അങ്ങനെയുള്ള എന്താണ് നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ ചോദിക്കാം, അറേഞ്ച് ദം ഫ്രം നോർത്ത് ടു വെസ്റ്റ്. പഠിക്കുമ്പോൾ നമ്മൾ 4 വർഷവും പഠിക്കും. വെസ്റ്റ് ടു നോർത്ത് ടു സൗത്ത്, വെസ്റ്റ് ടു ഈസ്റ്റ്, ഈസ്റ്റ് ടു വെസ്റ്റ് ആൻഡ് സൗത്ത് ടു നോർത്ത് എന്ന 4 ആസ്പെക്റ്റിലും അതിനെ നോക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പത്രം കൃത്യമായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഡു വെൽ, ഹാവ് എ ഗ്രേറ്റ് ഡേ.